നമസ്കാരം. മഹാഭാരതത്തിൽ എനിക്കേറെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് കർണൻ. നമുക്കറിയാം, കർണൻ കുന്തി ദേവിയുടെ പുത്രനാണ്. കുന്തി ദേവി തനിക്ക് ലഭിച്ച വരദാനത്തെ പരീക്ഷിക്കാനായിട്ട് സൂര്യദേവനിൽ നിന്ന് ഒരു കുഞ്ഞിനെ ആവശ്യപ്പെടുകയും സൂര്യദേവൻ കുന്തി ദേവിക്ക് തൽക്ഷണം ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്യുകയാണ്. എന്നാൽ വിവാഹത്തിനു മുൻപ് ഒരു കൈക്കുഞ്ഞുമായി ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട സമൂഹം ഇവരെ എങ്ങനെ കാണുമെന്ന് അറിയാമായിരുന്ന അല്ലെങ്കിൽ അതേക്കുറിച്ച് ബോധവതിയായ കുന്തി ദേവി കർണനെ ഉപേക്ഷിക്കുകയാണ്. കുന്തി ദേവി ഉപേക്ഷിച്ച കർണനെ തേരാളിയായ അതിരഥനും ഭാര്യ രാധയ്ക്ക് ലഭിക്കുന്നു. കുട്ടികളില്ലായിരുന്ന ആ ദമ്പതികൾ കർണനെ ഏറ്റെടുക്കുകയും വളർത്തുകയും ചെയ്യുന്നു. അങ്ങനെ രാജകൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി വളരേണ്ടിയിരുന്ന കർണൻ രാധേയനായി വളരുന്നു. അസ്ത്രവിദ്യയിൽ ഒരുപാട് തൽപരനായിരുന്ന കർണൻ അസ്ത്രവിദ്യ നേടുകയാണ് ഗുരുവിൽ നിന്ന്, തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട്. ബ്രാഹ്മണർക്ക് മാത്രം അഭ്യസിക്കാവുന്ന അസ്ത്രവിദ്യ ഗുരുവിനോട് തന്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് കർണൻ അഭ്യസിക്കുന്നു. ഒടുവിൽ ഒരു നിമിഷത്തിൽ കർണന് തന്റെ ഗുരുവിനോട് തന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തേണ്ടി വരുന്നു. അന്ന് കർണന് ഗുരുവിൽ നിന്ന് ശാപം ലഭിക്കുന്നു. നീ ചതിയിലൂടെ നേടിയ ഈ അസ്ത്രവിദ്യ പ്രയോഗിക്കേണ്ട സമയത്ത് നീ മറന്നു പോകുമെന്ന് കർണനെ ഗുരു ശപിക്കുകയാണ്. അസ്ത്രവിദ്യയെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഓരോരുത്തർക്കും അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കേണ്ടി വരുന്ന സദസ്സിൽ കർണൻ അപമാനിക്കപ്പെടുന്നു. നിന്റെ അച്ഛനാര് അമ്മയാര് എന്ന ചോദ്യത്തിനു മുൻപിൽ ഉത്തരം നൽകാൻ കഴിയാതെ കർണൻ തല കുനിച്ചു നിൽക്കുന്നു. ആ സദസ്സിൽ കർണന്റെ അമ്മ കുന്തി ദേവിയും ഉണ്ടായിരുന്നിട്ടും ഒരക്ഷരം പോലും തന്റെ മകൻ അപമാനിക്കുന്നത് കണ്ട് കുന്തി ദേവി ഉരിയാടുന്നില്ല. അങ്ങനെ ഒരു വലിയ സദസ്സിന് മുൻപിൽ, നിറഞ്ഞ സദസ്സിന് മുൻപിൽ അപമാനിതനായി നിൽക്കുന്ന കർണന്റെ രക്ഷയ്ക്കെത്തുന്നത് കൗരവനായ ദുര്യോധനനാണ്. ദുര്യോധനൻ കർണനെ അദ്ദേഹത്തിന്റെ അംഗരാജ്യത്തിന്റെ രാജാവായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കർണന് രാജപദവി ലഭിക്കുന്നു. മഹാഭാരത യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. കൗരവരും പാണ്ഡവരും ഇരുപക്ഷത്ത് ചേരുന്നു. ഇപ്പോൾ കൃഷ്ണൻ കർണനെ സമീപിക്കുകയാണ്. കൃഷ്ണന്റെ ഉദ്ദേശം ഇതാണ്: കർണൻ പാണ്ഡവ പക്ഷത്ത് ചേരണം. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ കർണനോട് അദ്ദേഹത്തിന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുകയാണ്. കർണ, നീ രാധേയനല്ല, കൗന്ദേയനാണ്. നിന്റെ അമ്മ കുന്തി ദേവിയാണ്. പാണ്ഡവർ നിന്റെ സഹോദരങ്ങളാണ് എന്ന് കർണനോട് കൃഷ്ണൻ പറയുകയാണ്. ഇത് കേട്ട് കർണൻ ഞെട്ടിയെങ്കിലും ഒരു നിമിഷത്തേക്ക് സംയമനം വീണ്ടെടുത്ത് കർണൻ കൃഷ്ണനോട് പറയുന്നു: കൃഷ്ണ, പാണ്ഡവ പക്ഷത്തേക്ക് ചേർന്നാൽ അങ്ങ് എനിക്ക് മുൻപിൽ വച്ചു നീട്ടുന്ന രാജപദവി ഇനി എനിക്ക് എന്തിനാണ്? എന്റെ അച്ഛനാര് അമ്മയാര് എന്ന ചോദ്യത്തിനു മുൻപിൽ ഞാൻ തലകുനിച്ചു നിന്നപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന പെറ്റമ്മ ഒരു വാക്കുപോലും എനിക്ക് വേണ്ടി മിണ്ടിയില്ല. ഞാൻ അപമാനിതനായി, തിരസ്കരിക്കപ്പെട്ടവനായി, ഒന്നുമല്ലാത്തവനായി നിന്നപ്പോൾ എന്റെ രക്ഷയ്ക്കായി എത്തിയത് ദുര്യോധനനാണ്. അവൻ എന്നെ അംഗരാജ്യത്തിന്റെ രാജാവാക്കി. എനിക്ക് അർഹമായ പദവിയും അംഗീകാരവും നൽകിയത് ദുര്യോധനനാണ്. എനിക്ക് ഒരിക്കലും വിലമതിക്കാനാകാത്ത കടപ്പാടുണ്ട് ദുര്യോധനനോട്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ ഞാൻ ദുര്യോധനനോടൊപ്പമായിരിക്കും. യുദ്ധം നടന്നു. കർണന് ലഭിച്ച ശാപമനുസരിച്ച് അർജുനന്റെ ശരമേറ്റ് കർണൻ നിലം പതിച്ചു. വീണുകിടന്ന കർണൻ കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കൃഷ്ണ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വേദനയിലായിരുന്നു. ഒരുപാട് വേദനകളും വിഷമങ്ങളും തിരസ്കാരങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി. പെറ്റമ്മ എന്നെ ഉപേക്ഷിച്ചു. എനിക്ക് അർഹമായതൊന്നും എനിക്ക് ലഭിച്ചില്ല. എന്നിട്ടും ഇത്രയേറെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടും കൃഷ്ണ, നീ എന്തിനാണ് എന്നെ വീണ്ടും ശിക്ഷിച്ചത്? കൃഷ്ണൻ കർണന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: കർണ, നിന്റെ ജീവിതത്തിലെ വേദനകളും തിരസ്കാരങ്ങളും എല്ലാം തന്നെ എൻ്റെ പരീക്ഷണങ്ങളായിരുന്നു. ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ നീ തിരഞ്ഞെടുത്തത് അധർമ്മത്തിന്റെ പാതയാണ്. അതുകൊണ്ട് തന്നെ
ഈ ന്യായവിധിക്ക് നീ എന്തുകൊണ്ടും അർഹനാണ്. കൃഷ്ണന്റെ ഉത്തരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. നമ്മളും ചോദിക്കാറുണ്ടല്ലേ, ഈശ്വര, എന്തുകൊണ്ട് നീ എന്നെ വീണ്ടും വീണ്ടും ശിക്ഷിക്കുന്നു? ഇത്രയേറെ വേദനകൾ, ഇത്രയേറെ പ്രതിസന്ധികൾ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത്, വീണ്ടും വേദനിപ്പിക്കുന്നത്, എന്നെ ശിക്ഷിക്കുന്നത്? ഉത്തരം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വേദനകളും വിഷമങ്ങളും വെല്ലുവിളികളുമെല്ലാം ഈശ്വരൻ നമുക്ക് തന്ന പരീക്ഷണങ്ങളായിരുന്നു. ഈ പരീക്ഷണങ്ങൾക്കൊടുവിൽ നമ്മൾ എന്ത് തിരഞ്ഞെടുത്തു? ധർമ്മത്തിന്റെ പാതയാണോ അധർമ്മത്തിന്റെ പാതയാണോ നമ്മൾ തിരഞ്ഞെടുത്തത്? നമ്മൾ എന്ന് സത്യത്തെ മുറുകെ പിടിച്ചു, അതോ വ്യക്തിക്കാണോ പ്രാധാന്യം കൊടുത്തത്? സത്യത്തെ നമ്മൾ അന്വേഷിച്ചിട്ടാണോ, അസത്യം എന്തെന്ന് അറിഞ്ഞിട്ടാണോ നമ്മൾ തീരുമാനങ്ങൾ എടുത്തത്? നമ്മളെന്നും സത്യത്തെയാണ് മുറുകെ പിടിച്ചതെങ്കിൽ ഉറപ്പായിട്ടും അവസാനത്തെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടുക തന്നെ ചെയ്യും.